താരസംഘടനാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമിന്ന്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് നടൻ ദേവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജഗദീഷും ജയൻ ചേർത്തലയും ഉൾപ്പെടെയുള്ള നടന്മാർ പത്രിക പിൻവലിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാകും. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇല്ലാത്ത പ്രതിസന്ധികളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ താരസംഘടനയിൽ രൂപപ്പെട്ടത്. വിവാദങ്ങളും അനിശ്ചിതത്വങ്ങളും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കി. ആഗസ്റ്റ് 15-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം മുറുകിയത്. നടൻ ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുമെന്ന് ദേവൻ വ്യക്തമാക്കി കഴിഞ്ഞു. നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി തലേ ദിവസം ഞാൻ നോക്കിയപ്പോൾ മോഹൻലാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വരില്ല, അതുകൊണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ശക്തമായി തന്നെ ഉണ്ടാവും. ശ്വേതാ മേനോൻ രംഗത്ത് വന്നതോടെ വനിതാ പ്രസിഡന്റിന്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച തുടങ്ങി. വനിതാ പ്രസിഡന്റ് വരുമെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്ന് ജഗദീഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ജഗദീഷിനു പിന്നാലെ ജയൻ ചേർത്തലയും രവീന്ദ്രനും അനൂപ് ചന്ദ്രനും പത്രിക പിൻവലിച്ചാൽ മത്സരം ശ്വേതാ മേനോനും ദേവനും തമ്മിലാകും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കുന്നതിലും അംഗങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന ആവശ്യം ചിലർ പരസ്യമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.